ഈ ജൂലൈ 2026 മുതൽ യൂട്യൂബിൽ ഒരു പുതിയ പോളിസി വന്നിരിക്കുകയാണ്. ഈ പോളിസിക്കനുസരിച്ച് യൂട്യൂബിൽ ഇപ്പോൾ ലക്ഷക്കണക്കിന് ചാനലുകളാണ് ഡീമോണിറ്റൈസ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പുതിയതായി ആപ്ലിക്കേഷൻ കൊടുക്കുന്നവരുടെ മോണിറ്റൈസേഷൻ ഈ പോളിസിക്കനുസരിച്ച് യൂട്യൂബ് റിജക്റ്റ് ചെയ്ത് കളയുന്നുണ്ട്. ഈ പോളിസിയുടെ പേരാണ് നോട്ട് ഒറിജിനൽ എഫർട്ട് ഷോയിങ് കണ്ടന്റ്. ഇതിൻ്റെ പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും. ഈ പോളിസി എന്ന് പറയുന്നത് യൂട്യൂബിൽ ഓൾറെഡി ഉള്ള റീയൂസ്ഡ് കണ്ടന്റ്, അതുപോലെ ഇൻഓതൻറ്റിക് കണ്ടന്റ്, ഈ രണ്ട് പോളിസികളിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ പുതിയതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പോളിസിക്കനുസരിച്ച് ഒരുപാട് ചാനലുകൾ ഇപ്പോൾ യൂട്യൂബ് ഡീമോണിറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ നോട്ട് ഒറിജിനൽ എഫർട്ട് ഷോയിങ് കണ്ടന്റ്? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ പോളിസിയിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്? ഈ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയതാണെങ്കിലും അതല്ല നിങ്ങൾ മോണിറ്റൈസേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്നവരാണെങ്കിലും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക, കാര്യങ്ങൾ കറക്റ്റായി മനസ്സിലാക്കാം. എന്നിട്ട് നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് എന്തെങ്കിലും കറക്ഷൻസ് ചെയ്യാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ചാനലും ഡീമോണിറ്റൈസ് ആയി പോയെന്ന് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഈ പോളിസിയുടെ പേര് നോട്ട് ഒറിജിനൽ എഫർട്ട് ഷോയിങ് കണ്ടന്റ്. ഈ പോളിസിയുടെ പേരിൽ തന്നെ ഏതാണ്ട് ഇതിൻ്റെ മീനിങ്ങും ഉണ്ട്. അതായത് നിങ്ങളുടെ ഒറിജിനൽ എഫർട്ട്, നിങ്ങളുടെ ഹ്യൂമൻ എഫർട്ട് ഇല്ലാത്ത വീഡിയോസ്. ഈ പോളിസി കുറച്ച് കൂടുതൽ ബാധിക്കുന്നത് ഈ AI കണ്ടന്റ് ചെയ്യുന്നവരെയാണ്. അല്ലാത്തവരെയും ബാധിക്കും, അത് വേറെ കാര്യം. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ പോളിസിക്കനുസരിച്ച് നിങ്ങളുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടുന്നത്? ഇത് നിങ്ങൾ കറക്റ്റായി മനസ്സിലാക്കുക. എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ കറക്ഷൻസും കാര്യങ്ങളും ചെയ്യുക. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് AI ജനറേറ്റഡ് ലോ എഫർട്ട് കണ്ടന്റ്. ഇതെന്ന് പറയുന്നത് വളരെ വലിയൊരു ടോപ്പിക്കാണ്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ 2 ദിവസം മുമ്പ് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ കാര്യങ്ങൾ കറക്റ്റായി മനസ്സിലാക്കുക. നിങ്ങൾക്ക് AI ഉപയോഗിച്ച് സ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്യാം, വീഡിയോ ക്രിയേറ്റ് ചെയ്യാം, വോയിസ് ഓവർ കൊടുക്കാം. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് AI ഉപയോഗിച്ച് തന്നെ ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ AI ഉപയോഗിച്ച് കിട്ടുന്ന ഈ വീഡിയോയിൽ നിങ്ങൾ നിങ്ങളുടേതായ, നിങ്ങളുടെ സ്വന്തമായ ഒരു എഫർട്ട് കൊടുക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ഹാർഡ് വർക്ക് നിങ്ങൾ ഇതിൽ കാണിക്കുന്നില്ലെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള വോയിസ് ഓവർ കൊടുക്കാം, കമൻട്രി ചെയ്യാം, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്ന ഈ വീഡിയോയിൽ നിങ്ങളുടെ സ്വന്തമായി നിങ്ങൾ ഇതിൽ എഡിറ്റിംഗ് ചെയ്യണം. എഡിറ്റ് ചെയ്ത് ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒന്നും ചെയ്യാതെ നിങ്ങളിതിനെ അതേപോലെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിനിവിടെ മനസ്സിലാവും നിങ്ങൾ ഇതിൽ നിങ്ങളുടേതായ ഒരു ഒറിജിനൽ എഫർട്ടും ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബ് ഇവിടെ മോണിറ്റൈസേഷൻ തരത്തില്ല. കാരണം യൂട്യൂബ് ഇവിടെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്ന വീഡിയോസ് അത് AI വീഡിയോസ് ആണെങ്കിലും അതിൽ നിങ്ങളുടേതായ എന്തെങ്കിലും ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ കൊടുക്കുന്ന വോയിസ് ഓവർ ആകാം, അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എഡിറ്റിംഗ് ആവാം. എന്തെങ്കിലും വാല്യൂ അഡീഷൻ നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഉറപ്പായും ഉണ്ടായിരിക്കണം. ഇതൊന്നുമില്ലാത്ത ഒരുപാട് ചാനൽസ് മോണിറ്റൈസ് ആയിട്ടുണ്ട്. പക്ഷേ എന്ന് യൂട്യൂബിന് മനസ്സിലാകുന്നോ നിങ്ങളുടെ വീഡിയോസിൽ ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി ഇല്ല എന്ന് യൂട്യൂബിന് മനസ്സിലാകുന്നോ അന്ന് യൂട്യൂബ് നിങ്ങളുടെ ഈ ചാനലിനെ ഡീമോണിറ്റൈസ് ചെയ്ത് കളയും. അവിടെ അവർ ഈ കാരണവും കാണിക്കും, നോ ഒറിജിനൽ എഫർട്ട് ഷോയിങ് കണ്ടന്റ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ AI വീഡിയോസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ആ വീഡിയോ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ മസ്റ്റായും കാണുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് റീയൂസ്ഡ് കണ്ടന്റ് വിത്ത് മിനിമൽ എഡിറ്റ്സ്. ആദ്യം എന്താണ് ഈ മിനിമൽ എഡിറ്റ്സ് അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളിൽ പലരും മറ്റുള്ളവരുടെ കണ്ടൻറ്റോ മൂവി ക്ലിപ്സോ എടുത്തിട്ട് അതിൽ നിങ്ങൾ എഡിറ്റിംഗ് ചെയ്യും. എന്താണ് എഡിറ്റ് ചെയ്യുന്നത്? അതിനെ ചെറുതായിട്ടൊന്ന് സൂം ചെയ്ത് കാണിക്കും, അല്ലെങ്കിൽ ക്രോപ്പ് ചെയ്യും, അതല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് മാറ്റി മറ്റേതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൊടുക്കും. അതുമല്ലെങ്കിൽ ഈ വീഡിയോയുടെ മുകളിൽ എന്തെങ്കിലും ടെക്സ്റ്റ് നിങ്ങൾ എഴുതി പിടിപ്പിച്ച് കൊടുക്കും. എന്നിട്ട് പറയും, ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, എൻ്റെ കണ്ടൻറ്റാണിത്, കാരണം ഞാനതിൽ ടെക്സ്റ്റ് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതൊരു എഡിറ്റിങ്ങേ ആവുന്നില്ല. ഇതിലൂടെ ആ വീഡിയോയിൽ ഒരു മാറ്റവും വരുന്നില്ല. ഇങ്ങനെ നിങ്ങൾ ചെറിയ എഡിറ്റിങ്ങും കാര്യങ്ങളും മാത്രം ചെയ്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ യൂട്യൂബ് തന്നിരുന്നത് റീയൂസ്ഡ് കണ്ടന്റ് എന്നാണ്. പക്ഷേ ഇനി മുതൽ യൂട്യൂബ് തരാൻ പോകുന്നത് നോ ഒറിജിനൽ എഫർട്ട് ഷോയിങ് കണ്ടന്റ്, അതല്ലെങ്കിൽ റീയൂസ്ഡ് കണ്ടന്റ് തന്നെ തന്നെന്ന് വരാം. ഇത് ഏറ്റവും കൂടുതലും ബാധിക്കുന്നത് ഈ മൂവി റിവ്യൂ ഒക്കെ ചെയ്യുന്നവരെയാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ മറ്റുള്ളവരുടെ കണ്ടൻറ്റോ മൂവി ക്ലിപ്സോ എടുത്ത് നിങ്ങൾ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾ ഹെവി എഡിറ്റിംഗ് ചെയ്യണം. നന്നായിട്ട് ഹെവി എഡിറ്റിംഗ് ചെയ്ത് അതിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ ഇങ്ങനെയുള്ള വീഡിയോസിന് യൂട്യൂബ് മോണിറ്റൈസേഷൻ തരത്തുള്ളൂ. ഇനി അടുത്തത് ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് റീപോസ്റ്റ്. ഇവിടെ നിങ്ങൾ 2 കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്.
ഒന്നാമത്തേത്, നിങ്ങൾ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും എടുക്കുന്ന വീഡിയോസ് അത് നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ വാട്ടർമാർക്ക് ഉണ്ടെങ്കിൽ, അതായത് ഈ ടിക്ടോക്കിൻ്റെയോ ഇൻസ്റ്റാഗ്രാമിൻ്റെയോ ഫേസ്ബുക്കിൻ്റെയോ വാട്ടർമാർക്ക് ഉണ്ടെങ്കിൽ യൂട്യൂബ് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ തരത്തില്ല. അതിൽ ഇനി മുതൽ ഈ പോളിസി ആപ്ലിക്കബിൾ ആകും. അതായത് നോ ഒറിജിനൽ എഫർട്ട് ഷോയിങ് കണ്ടൻറ്റ്. അതുകൊണ്ട് നിങ്ങളുടെ ആരുടെയെങ്കിലും ചാനലിൽ, മോണിറ്റൈസ് ആയ ചാനലിൽ ഏതെങ്കിലും ഒരു വീഡിയോ എങ്കിലും ഇതേപോലെ വാട്ടർമാർക്ക് ഉള്ളതുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എടുത്തു കളഞ്ഞോ, ഇല്ലെങ്കിൽ യൂട്യൂബ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് നിങ്ങളുടെ ചാനലിനെ ഡീമോണിറ്റൈസ് ചെയ്ത് കളയും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ മറ്റുള്ളവരുടെ വീഡിയോസ് അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ ഫേസ്ബുക്കിൽ നിന്നോ നിങ്ങൾ ഈ വാട്ടർമാർക്ക് ഇല്ലാതെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്താലും അവർക്ക് ഇവിടെ യൂട്യൂബിൽ വന്ന് നിങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരാൻ പറ്റും. അതുപോലെ തന്നെ ഇത് യൂട്യൂബിന് മനസ്സിലാവുകയാണെങ്കിലും ഇത് മറ്റുള്ളവരുടെ വീഡിയോസ് നിങ്ങൾ മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുത്തതാണെന്ന് യൂട്യൂബിന് മനസ്സിലായാലും യൂട്യൂബ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് റീയൂസ്ഡ് കണ്ടൻറ്റ്, അതല്ലെങ്കിൽ ഈ പുതിയ പോളിസി നോ ഒറിജിനൽ എഫർട്ട് ഷോയിങ് കണ്ടൻറ്റ് തന്നെന്ന് വരാം. നിങ്ങളുടെ മോണിറ്റൈസേഷൻ യൂട്യൂബ് റിജക്റ്റ് ചെയ്ത് കളഞ്ഞെന്ന് വരാം. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ കണ്ടൻറ്റ് ഈ ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ ഫേസ്ബുക്കിൽ നിന്നോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിലും ഈ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഹെവി എഡിറ്റിംഗ് ചെയ്ത് നിങ്ങളുടേതായ ആംഗിളിൽ അതിനെ മാറ്റിയെടുത്താലേ നിങ്ങൾക്ക് അതിനെ മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി അടുത്തത്, ഈ ഗെയിമിംഗ് വീഡിയോസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളിൽ പലരും ഗെയിമിംഗ് വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഗെയിം കളിക്കുന്നു, ആ വീഡിയോ ഉണ്ട്, അതുപോലെ ആ ഗെയിമിനകത്തുള്ള സൗണ്ടും ഉണ്ട്, വേറെ ഒരു കാര്യങ്ങളുമില്ല. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇനി മുതൽ നിങ്ങൾ ഇങ്ങനെ ഗെയിമിംഗ് വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഗെയിം കളിക്കുക എന്നുള്ളതിനെ യൂട്യൂബ് ഇനി മുതൽ നിങ്ങളുടെ ഒരു ഹ്യൂമൻ എഫർട്ടായിട്ട്, നിങ്ങളുടെ ഒരു ഹാർഡ് വർക്കായിട്ട് കണക്കാക്കിയെന്ന് വരത്തില്ല. ഇനി മുതൽ നിങ്ങൾ ഗെയിമിംഗ് വീഡിയോസ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങളുടെ ഓൺ ക്യാമറ പ്രസൻസ് ഉണ്ടായിരിക്കണം. അതായത് ആ ഗെയിമിംഗ് വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങളുടെ ഫേസ് കാണിച്ച്, നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കാണിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ അതിനോടൊപ്പം ഈ വീഡിയോയ്ക്ക് അനുസരിച്ച്, ഈ ഗെയിമിംഗ് വീഡിയോയ്ക്ക് അനുസരിച്ചുള്ള നിങ്ങളുടെ കമൻട്രി ഉണ്ടായിരിക്കണം. നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എക്സ്പ്രഷനോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരിക്കണം. അതല്ലാതെ ഈ ജസ്റ്റ് ഗെയിമിംഗ് വീഡിയോയും ആ വീഡിയോയിൽ മാത്രമുള്ള സൗണ്ടും മാത്രമേ ഉള്ളൂ എങ്കിൽ യൂട്യൂബ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നോ ഒറിജിനൽ എഫർട്ട് ഷോയിങ് കണ്ടന്റ് തന്നെ തരും. അപ്പോൾ ഗെയിമിംഗ് വീഡിയോസ് ചെയ്യുന്നവരെ ഈ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തത്, ഇമേജ് സ്ലൈഡ് ഷോ. ഇതിനെക്കുറിച്ച് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്. അതായത് നിങ്ങൾ AI ഉപയോഗിച്ച് കുറേ ഇമേജസ് ക്രിയേറ്റ് ചെയ്തിട്ട്, അതല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഷൂട്ട് ചെയ്യുന്ന കുറേ ഇമേജസിനെ നിങ്ങൾ സ്ലൈഡ് ഷോ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതും ലോ എഫർട്ട് കണ്ടൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ ചെയ്താലും ഇനി മുതൽ ഈ പോളിസി തന്നെ വരും. ഇനി ലാസ്റ്റ്, മാസ് പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നവർ, അതായത് അതിനുള്ളിൽ കുസൃതി ചോദ്യങ്ങൾ വരും, അതുപോലെ മാസ് പസിൽസ്, ക്വിസസ്, ഇതുപോലുള്ള കാര്യങ്ങൾ ഒരേ കാര്യം തന്നെ ഒരുപാട് ആളുകൾ ചെയ്യാറുണ്ട്. ഇങ്ങനെ മാസ് പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള വീഡിയോസാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതും ലോ എഫർട്ട് കണ്ടൻ്റ് ആയിരിക്കും. അവിടെയും ഇനി മുതൽ നോ ഒറിജിനൽ എഫർട്ട് ഷോയിങ് കണ്ടൻറ്റ് തന്നെ വരും. അപ്പോൾ ഇതാണ് ഇപ്പോൾ യൂട്യൂബിൽ വന്നിരിക്കുന്ന പുതിയ പോളിസി എന്ന് പറയുന്നത്. അതായത് നോ ഒറിജിനൽ എഫർട്ട് ഷോയിങ് കണ്ടൻറ്റ്. ഈ പോളിസി അനുസരിച്ച് ഈ ജൂലൈ മാസത്തിൽ തന്നെ ഒരുപാട് ചാനലുകൾ ഇപ്പോൾ ഡീമോണിറ്റൈസ് ആയി പോയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ കറക്ഷൻസും കാര്യങ്ങളും ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ചാനലും ഡീമോണിറ്റൈസ് ആയി പോയെന്ന് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.